പത്തരമാറ്റ സീരിയലിന്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ വീഡിയോ കണ്ട ഉടനെ തന്നെ നയനയ്ക്ക് മനസ്സിലാവാണ് ഇതിന്റെ പിന്നില് ജലജയാണ് എന്നുള്ള കാര്യം. എന്നിട്ട് ജലജയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി നിങ്ങളാണ് ഈ ചീപ്പായിട്ടുള്ള ഒരു കാര്യം ചെയ്തത് എന്നുള്ള കാര്യം പറയുമ്പോൾ ജലജ ഷട്ടപ്പ് എന്ന് പറയുന്നുണ്ട്. എന്ത് ഷട്ടപ്പ് എന്ന്? ഞാൻ എൻ്റെ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് വന്നിരിക്കുന്നത്. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഇപ്പോ ഇങ്ങനൊരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയല്ലേ. തുടർന്ന് ദേവയാനോട് പറയുന്നുണ്ട്, ഇത് പ്രതീക്ഷിക്കാതെ നടന്ന ഒരു വിഷയമാണ്, അതെല്ലാവരും മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ദേവയാനി തിരിച്ചു പറയുന്നത്, നീ മണ്ണിൽ പോയിട്ട് ഉരുളെ പെരളെ എന്ത് വേണമെങ്കിലും ചെയ്യേ, എന്തിനാണ് എൻ്റെ മോനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചേ? തുടർന്ന് ജലജ പറയുന്നുണ്ട് കേട്ടോ, ഇത് ഏട്ടത്തി ഇവര് എന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്തതായിരിക്കും, അല്ലാതെ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ഒരുപക്ഷെ പണക്കാരൻ ചെയ്ത പ്രതിമയാണെന്ന് പറഞ്ഞിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ എന്തിനു ചെയ്യാനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയനയ്ക്ക് ദേഷ്യം വരികയും ഇനി ഒരക്ഷരം വേണ്ടി പോരുത്, ഇതിനു മേലെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാകും ഞാൻ ആരാണെന്നുള്ള കാര്യം. തുടർന്ന് ദേവയാനോട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരുപാട് ബഹുമാനം കൊടുക്കുന്ന ആളാണ്, ഇതുവരെ അദ്ദേഹത്തിന് അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാരെ പോലെ അല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മീഡിയക്കാരന് വേറെ ഒരു പണിയുമില്ല, എൻ്റെ വീട്ടിലെയും വീട്ടുകാരെയും മാത്രം ചുറ്റിങ്ങാണ്ട് മാത്രമാണല്ലോ അദ്ദേഹം വീഡിയോ എടുക്കുന്നത്, ഇത് എന്തിനാന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചില്ലേ? ഇത് എന്നെ ആദർശേട്ടനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളാണ്, ഇത് ആരെങ്കിലും ചെയ്യിപ്പിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, ഇത്രയും പ്രായമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ? ഇത് കേൾക്കുമ്പോൾ അഭിയും അതുപോലെ ജലജയും ഒന്ന് വരണ്ട ഒരു പോലെ ആവുന്നുണ്ടേ. ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദാ ഈ നിൽക്കുന്ന ആൾക്കാരാണ്, ജലജയും അതുപോലെ അഭിയാണെന്ന് പേരെടുത്തുകൊണ്ട് തന്നെ നയന പറയാണ് കേട്ടോ. ഇവരെ പറ്റി കുറ്റം പറയുന്നത് ഒരിക്കലും നമ്മുടെ ദേവയാനിക്ക് അത്ര അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ. ഒരു പ്രശ്നം വന്നപ്പോൾ ഇവര് തെറ്റാണ് അവര് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷേ മൊത്തത്തിൽ നീ തന്നെയാണ് തെറ്റ്, നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ ദേവയാനി നീ ഇങ്ങനെ പറയുന്നത്, അവൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം തെറ്റ് എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ഇത് കേട്ട ദേവയാനി ഇനി അച്ഛൻ ഇവളെ സപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറയാണേ. ഇവളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്, എനിക്ക് മനസ്സിലാവാത്തതെന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കാനുണ്ട് ദേവയാനി. അമ്മേ, എനിക്കും തിരിച്ച് അത് തന്നെയാണ് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പ്രശ്നം എന്താണ്? എന്നെ നിങ്ങളുടെ മോൻ സ്വന്തം ഭാര്യയായിട്ട് അംഗീകരിക്കും, അതല്ലേ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ഒരിക്കലും എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളുടെ മകൻ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മേലാസകലം പച്ചമുളക് തേച്ചതുപോലെ എരിയുന്നുണ്ടോ? എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഈ വീട് നല്ലതായിരിക്കണം, ഇവിടെയുള്ള എല്ലാവർക്കും നല്ലത് വരണം എന്ന് മാത്രമല്ല ഞാൻ ആഗ്രഹിച്ചിട്ട് ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത്. സ്വതന്ത്രമായിട്ട് നടന്ന എന്നെ ഒരു കൂട്ടിൽ അടച്ചതുപോലെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും അനുവാദം തരാതെ 1000 കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്നെ മൊത്തത്തിൽ പ്രശ്നത്തിലാക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. എൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന അവരെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ട് നടക്കുകയാണ് ഞാൻ. എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെ നടിക്കുകയാണോ? തുടർന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്, നിനക്ക് വായ തോന്നുന്നത് എന്തും വിളിച്ചു പറയാന്നാണോ നീ വിചാരിക്കുന്നത്? ഞാൻ പറഞ്ഞതെല്ലാം സത്യമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഒരു കാര്യത്തിന് നിങ്ങൾ മറുപടി പറയണം. എല്ലാ അമ്മമാരും സ്വന്തം മക്കള് നല്ല കുടുംബം നയിച്ച് കുട്ടികളെ ഉണ്ടായിട്ട് ഒരുപാട് നന്നായിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതുവരെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ ഒരിക്കലും അവരെ അമ്മയായിട്ട് നടന്നിട്ട് കാര്യമില്ല. അവരെ നിങ്ങൾ തന്നെയാണോ 10 മാസം ചുമന്നിട്ട് പെറ്റത് എന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ ആദർശിന്റെ എൻട്രി. ആദർശ് ആ കാര്യം മാത്രമേ കേൾക്കുന്നുള്ളൂ. നീ എന്താടി പറഞ്ഞുകൊണ്ട് ആദർശ് നയനയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അടിക്കുന്നില്ല കേട്ടോ, കൈ ഉയർത്തി വെക്കുകയാണ്. നിന്നെ ഞാൻ അടിക്കാത്തത് ഈ കുടുംബത്തിന്റെ അന്തസ്സുണ്ട്, ഇവിടെ പെണ്ണുങ്ങളെ ആരും തല്ലരുത് എന്നുള്ള രീതിയിലാണ് ഇവിടെ എല്ലാവരും വളർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ്. ഇത് കേട്ടിട്ട് നയന പറയുന്നുണ്ട്, ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റുള്ളത്? ഞാൻ പറഞ്ഞതൊക്കെ അത്രയും സത്യം തന്നെയാണ്. ഞാൻ ഈ വീട്ടിൽ വന്നത് മുതൽ നിങ്ങൾ അമ്മയ്ക്ക് എന്നെ പിടിക്കില്ല, മരുമകളായിട്ട് അംഗീകരിക്കുകയില്ല, എപ്പോഴും എന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങളുടെ അമ്മ ചിന്തിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയോ അറിയില്ലേ എന്ന് ചോദിക്കുകയാണേ. എനിക്കറിയാം അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം, കാരണം ദേവയാനി എന്താ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ ആദർശ് ഉദ്ദേശിക്കുന്നത്. നീ ഇറങ്ങിപ്പോ ഇവിടുന്ന് പറയാണേ. തുടർന്ന് കാണിക്കുന്നത് കനകയും ഗോവിന്ദനും കൂടി ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന
കളിമൺ പ്രതിമകളെല്ലാം എടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കനകയ്ക്ക് എന്തോ ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥത പോലെ തോന്നുകയും എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നൊക്കെ ഒരു തോന്നൽ വരികയാണ് കേട്ടോ. കാരണം നയനയുടെ മനസ്സ് വേദനിക്കുന്ന സമയത്ത് കനകയ്ക്ക് അത് അറിയാൻ വേണ്ടി പറ്റുകയാണ്. ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർ ആ കളിമൺ പ്രതിമകളെല്ലാം എടുത്തിട്ട് മഴ കൊള്ളാതെ ഉള്ളിലേക്ക് എടുത്തു വെക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. തുടർന്ന് വീണ്ടും ആദർശ് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ കുടുംബത്തില് നീയുമായിട്ട് നടന്ന ഈ കല്യാണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാണ്ട് നടന്നതാണ്. മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിന്നെ ഈ കുടുംബത്തിലേക്ക് താലി കെട്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നത്. നീ ചെയ്തിരിക്കുന്ന തെറ്റുകളെല്ലാം എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ക്ഷമിച്ചിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് നീ എൻ്റെ അമ്മയെ കുറിച്ചിട്ട് മോശമായിട്ട് പറയാണോ? വെളിയെ പോടി എന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ജാനകിയും അതുപോലെ അനിയൊക്കെ ഞെട്ടുന്നുണ്ട്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്കും അതുപോലെ തന്നെ അഭിയും എന്താണോ വിചാരിച്ചത് അത് നടന്ന ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. തുടർന്ന് ജാനകി പറയുന്നുണ്ട് കേട്ടോ, ആദർശേ നീ ചെയ്യുന്നത് തെറ്റാണ്. ഇത് നയനയുടെ ഭാഗത്തുള്ള തെറ്റല്ല. ഇത്രയും പ്രശ്നങ്ങൾക്കും കാരണം ജലജയും അഭിയുമാണ്. അവർ രണ്ടുപേരും കൂടി കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളാണ് ഇതൊക്കെയെന്ന് പറയാണേ. തുടർന്ന് ജലജ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ജലജെ നിനക്ക് എന്ത് പറയാനുള്ള അധികാരമുള്ളത്? ഞാൻ അങ്ങനെ ചെയ്തതിൽ നിനക്ക് എന്തെങ്കിലും പ്രൂഫ് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാനകി ഒന്നും മിണ്ടുന്നില്ലേ. എനിക്കും അതുപോലെ തന്നെ അഭിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് കരുതിയിട്ട് എന്ത് തെറ്റുണ്ടെങ്കിലും അത് ഞങ്ങളുടെ മേലിടാന്നാണോ എല്ലാവരും കരുതുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് മതി, നിർത്തിക്കോണം. ദയവ് ചെയ്തിട്ട് ഈ പ്രശ്നത്തിന്റെ ഇടയിലേക്ക് ആരും വരണ്ട. ഇത് ഞങ്ങൾ 3 പേർക്കിടയിൽ നടക്കുന്ന പ്രശ്നമാണ്. ഒരു കാര്യം, ഞാൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാത്തടത്തോളം കാലം പിന്നെ എന്തിനാ എൻ്റെ അമ്മ നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്നത്? ആ കല്യാണം വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. അതിനകത്തുനിന്ന് പരിക്കേറ്റിട്ട് ഇതുവരെ എനിക്ക് എണീക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്നാൽ നീയാണെങ്കിലോ നിന്റെ വീട്ടിലെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം വരെ റോഡിൽ വിൽക്കുന്ന അവസ്ഥയിലാക്കിയില്ലേ. ഇതില് എൻ്റെ അമ്മയെ കുറിച്ചിട്ട് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നിനക്ക് എന്താ അവകാശമുള്ളത്? എൻ്റെ അമ്മ ഈ വീട്ടിലെ മഹാറാണിയാണ്. അവരെ തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നീ ആരാ? എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഒന്നും പറയണ്ട, നിന്നെയൊക്കെ നിർത്തേണ്ട അടുത്ത് നിർത്തണം. എപ്പോഴാണോ നീ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ അമ്മയെ തെറ്റായ രീതിയിൽ പറയുന്നോ ആ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങിപ്പോടി. തുടർന്ന് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശേ നീ എന്തൊക്കെയായി ചെയ്യുന്നത് എന്നുള്ള കാര്യം. എന്താ മുത്തശ്ശി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവൾ ചെയ്തത് തെറ്റല്ല എന്നാണോ പറയാൻ പോകുന്നത്? എൻ്റെ അമ്മയെ തെറ്റായിട്ട് പറഞ്ഞു ഇവള്. ഇതെല്ലാം ഇവളെ നിങ്ങളെല്ലാവരും കൂടി തലയിലേറ്റി വെക്കുന്നത് കൊണ്ടാണ്. തുടർന്ന് മുത്തശ്ശൻ, ആദർശ് നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നിന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നത് നിന്റെ കാര്യം തന്നെയാണ്. പക്ഷേ നീ ഒരിക്കലും അതിൻ്റെ പേരിൽ നിന്റെ ഭാര്യയെ പുറത്താക്കുന്നത് ഒട്ടും ശരിയല്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭർത്താക്കന്മാർക്കും അവരുടെ അമ്മയും അതുപോലെ തന്നെ ഭാര്യയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. രണ്ടുപേരെയും ചേർത്ത് ആണ് നല്ല കാര്യം. മുത്തച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എൻ്റെ അമ്മയെ എതിർത്ത് പറഞ്ഞ സമയത്ത് ഇവിടെ ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. അവളെ പുറത്താക്കാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ആദർശ്, അവള് നിന്റെ അമ്മയെ കുറിച്ചിട്ട് എതിർത്ത് സംസാരിച്ചത് തെറ്റ് തന്നെയാണ്. പക്ഷേ അവൾ എന്താണ് സംസാരിച്ചതെന്നുള്ള കാര്യം തിരിച്ചറിയാതെ വന്നപ്പോൾ കേട്ടത് ആണ് സത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ അവളെ വെളിയിലേക്ക് തള്ളുന്നത് തെറ്റാണെന്ന് പറയാണേ. മുത്തശ്ശ, ഒരു കാര്യം മനസ്സിലാക്കണം. മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുകൊണ്ടും ഈ കുടുംബത്തിന്റെ മാനം കാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നാൽ ഇതുവരെ എനിക്ക് അതിലൊരു കുറ്റബോധം തോന്നിയില്ല. പക്ഷേ ഇന്ന് ഈ നിമിഷം അവള് എൻ്റെ അമ്മയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇതെല്ലാം പുറത്തിട്ട് മുന്നോട്ട് പോകണമെൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിനോട് മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് നയനയുടെ കൈ പിടിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് തള്ളുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡും കൂടി അവസാനിക്കുന്നത്.